അതിരാവിലെ തന്നെ എത്തണമെന്ന് കരുതി തുടങ്ങിയ യാത്ര വന്ന വഴിക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് കണ്ടതുകൊണ്ട് മാത്രം ഇത്തിരി ലേറ്റായി. എങ്കിലും വലിയ ആളും ബഹളമൊന്നുമില്ലാതെ സമാധാനത്തിൽ വണ്ടി ഓടിച്ച് തീർത്ത ഒരു യാത്ര. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കുറച്ച് മൗണ്ടൻസ്, പലരും പച്ചേ കൂമാച്ചിന്നും ഹൈ വേവീസ് മൗണ്ടൻസ് എന്നൊക്കെ വിളിക്കുന്ന മേഘങ്ങൾക്കിടയിൽ പച്ച പൊതിച്ച് നിൽക്കുന്ന മേഘമലയിലേക്ക് ഒരു യാത്ര. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ചാനൽ. ഐ ആം യുവർ ട്രാവിക്കു. ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മേഘമലയിലേക്കാണ്. ആൻഡ് ഞാനിപ്പോൾ ഉള്ളത് കുമിളി ബോർഡറിലും. സമയം 6 മണിയായിട്ടുണ്ട്. ആൻഡ് നല്ല രീതിയിൽ തണുക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പം 89 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. തൊട്ടടുത്ത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള കുമിളി ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ആ ഒരു ബോർഡർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു ചായ കുടിച്ചിട്ട് യാത്ര തുടങ്ങാം. അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട്. സമയം 7 മണിയായി. നമ്മൾക്ക് ഇനി 64 കിലോമീറ്ററോടെ യാത്ര ചെയ്യാനുണ്ട്. വരുന്ന വഴിയൊക്കെ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ നിർത്തി വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പതിയാണ് വന്നത്. അതുകൊണ്ടാണ് താമസിച്ച് പോയത്. നല്ലൊരു ഗോൾഡൻ അവറിൻ്റെ ഇടയ്ക്കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 3 പേരെയൊക്കെ വെച്ച് സിമ്പിളായിട്ടാ. 3 അല്ല 4. ആ ലൂണയിലൊക്കെ 4 പേര്. എൻ്റെ ഭഗവാനെ, കണ്ടോ നല്ല രസമുണ്ടല്ലേ. ഓ നല്ല രസമുണ്ട് ആ ഒരു ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട്. ഒരു DSLR ഉണ്ടായിരുന്നു, നല്ലൊരു ഫോട്ടോ എടുക്കായിരുന്നു. പക്ഷേ നമ്മുടെ ഗോപ്രോയിൽ അല്ല, നമ്മുടെ ഫോണിൽ അത്ര നല്ലൊരു ഫോട്ടോ കിട്ടാൻ സാധ്യത കുറവാണ്. കൊള്ളാം. അപ്പം നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് തേനി റൂട്ടാണ്. ഈ റൂട്ടിൽ നമുക്ക് ചിന്നമന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ എത്തിയിട്ട് വേണം നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് പോകണം. എൻ്റെ ഒരു അറിവിൽ ചിന്നമന്നൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കടകളൊന്നുമില്ല. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കണം. മേഘമലയിൽ 2-3 ചെറിയ കടകൾ മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാവും. ഓൾറെഡി ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് എടുത്തിട്ടാണ് വന്നത്. കാരണം അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പണിയാവും. സോ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളും അത് ശ്രദ്ധിച്ചോണം. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, താഴെ പച്ച പാടം, അതിൻ്റെ മുകളിൽ വൈറ്റ് കളറിലെ ഫോഗ്, അതിൻ്റെ മുകളിൽ റെഡ് കളറിൽ സൂര്യൻ. വാവ്, സോ ബ്യൂട്ടിഫുൾ. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം അല്ലേ. നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. നല്ല പ്ലേസാണ്. എല്ലാവരും വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ 2 വണ്ടി ഉണ്ടായിരുന്നു, ഫ്രണ്ടിൽ 2 വണ്ടി ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു കാറുകാർ വന്നിട്ട് പോയി. എല്ലാവരും നിർത്തി ഫോട്ടോ എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല ഫ്രെയിംസൊക്കെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തും, ഫോട്ടോ എടുക്കും. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. സമയം ഇപ്പം 7:30 ആയിട്ടുണ്ട്. നമ്മൾ മാക്സിമം നേരത്തെ തന്നെ എത്തണം എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ ഇതല്ലേ അവസ്ഥ.
അങ്ങനെ നമ്മൾ ചിന്നമന്നൂർ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു HP പമ്പുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ലാസ്റ്റ് പമ്പെന്ന്. ഇനിയിപ്പം ഫ്രണ്ടിലേക്ക് പമ്പ് ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ലാസ്റ്റ് പമ്പ്. സോ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ധാരാളം പമ്പുകൾ നമ്മൾ വരുന്ന വഴിക്കുണ്ട്. എവിടുന്നേലൊക്കെ ഫ്യൂൽ അടിച്ചിട്ട് വരിക. മേഘമലയിൽ ഫ്യൂൽ കിട്ടില്ല. എൻ്റെ ഊഹം ശരിയായിരുന്നു. സൈഡിലൊരു ഫ്യൂൽ പമ്പ് കൂടെ ഉണ്ട്. ഇനി ഇവിടുന്ന് ഈ വഴിയിലേക്ക്. നല്ലൊരു സ്ട്രെയിറ്റ് സ്ട്രെച്ചാണ്. നമുക്ക് അത്യാവശ്യം ടോപ്പ് എൻഡ് അടിക്കണം എന്നുണ്ടെങ്കിൽ അടിക്കാം. ഈ പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ച് കാറ്റാടി പടങ്ങൾ കാണാൻ പറ്റും. കാണിച്ചു തരാവേ. ഒരെണ്ണം മാത്രമേ കറങ്ങുന്നുള്ളൂ, ബാക്കിയൊക്കെ ഒന്നും കാറ്റ് കിട്ടുന്നില്ലേ. മേഘമലി 25 കിലോമീറ്റർ. അപ്പം കുറച്ച് നാൾ മുമ്പാണ് ഞാൻ മേഘമലയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഞാനിങ്ങനെ തിരക്കി ഈ വിൻമില്ലിനെ പറ്റിയിട്ട്. ഞാൻ അറിഞ്ഞത് ഇതിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഈ ഭാഗങ്ങളിലേക്കൊക്കെ കറണ്ട് കൊടുക്കുന്നതെന്നാണ് കേട്ടത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു കരക്കമ്പി ഉണ്ട്. പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലാത്ത വഴിയാട്ടോ. നമുക്ക് ഇപ്പോഴാണെങ്കിൽ അത്ര വലിയ തണുപ്പും ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ തണുക്കുമായിരിക്കും. അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചു. 2 പൂരിയും കറിയും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു. കുഴപ്പമില്ല, നല്ലൊരു ഫുഡായിരുന്നു. 40 രൂപയായിട്ടുണ്ട്. നമ്മളിപ്പം കയറിപ്പോകുന്ന ഭാഗത്തായിട്ടാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ചെക്ക് പോസ്റ്റ് മുമ്പ് ഇതാണ് ശരിക്കുമുള്ള ഒരു ചെറിയൊരു ജംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടൗൺ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ചെറിയൊരു ഗ്രാമം. അവിടെ 2-3 കടകളുണ്ട്. അവിടെ മാത്രമാണ് ഫുഡ് കിട്ടുക മേഘമലയ്ക്ക് അടുത്ത്. പിന്നെ ഉള്ളത് ഇനിയിപ്പോൾ മേഘമലയിൽ മാത്രമാണുള്ളത്. ഇവിടെ ഇനി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നോക്കട്ടെ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു, മുകളിലേക്ക് കയറി വന്നു. അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു എൻട്രി എഴുതണം, നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും പേരും, പിന്നെ നമ്മൾ എങ്ങോട്ട് വന്നു, എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, അങ്ങനെയുള്ള ഫോൺ നമ്പർ, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോഴത്തേന് അവർ നമുക്കൊരു ടോക്കൺ നമ്പർ പറയും. അത് കയ്യിൽ തരുമൊന്നുമില്ല, പറയും. അപ്പം നമ്മൾ തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവിടുത്തെ ആ നമ്പർ പറഞ്ഞിട്ട് പോകണം. അപ്പം നമ്മൾ കയറിപ്പോയിട്ട് തിരിച്ചിറങ്ങി വന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നമ്പർ പറയാം. പിന്നെ സമയം എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. 5 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കി വിടില്ല. അപ്പോൾ അതാണ് സമയം. അങ്ങനെ നമ്മൾ മേഘമലയിലേക്ക് ഒഫീഷ്യലി എൻ്റർ ആകുന്നു. നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഒരു ടൈഗർ റിസർവിലൂടെയാണ്. 2021 നമ്മുടെ തമിഴ്നാട് സർക്കാർ കേന്ദ്ര സർക്കാരിനോട് പറയാണ്, ഞങ്ങൾക്ക് കുറച്ച് ടൈഗർ റിസർവുകൾ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്, അപ്പം ഞങ്ങൾക്ക് കുറച്ച് ടൈഗർ റിസർവിന് അനുമതി തരണം എന്ന് പറയുന്നു. അപ്പം കേന്ദ്ര സർക്കാർ പറഞ്ഞു കുറച്ചൊന്നും പറ്റത്തില്ല, വേണമെങ്കിൽ ഒരെണ്ണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു ടൈഗർ റിസർവ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് സർക്കാരിന് അനുവാദം കൊടുത്തു. അങ്ങനെ 2021 തന്നെ മേഘമല ഉൾപ്പെടുന്ന ഒരു 800 സംതിങ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു വനം, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് തമിഴ്നാട് സർക്കാർ എന്ത് ചെയ്തു, മേഘമല ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ തമിഴ്നാട്ടിലെ തന്നെ 5ാമത്തതും ഇന്ത്യയിലെ തന്നെ 51ാമത്തതായിട്ടുള്ള ടൈഗർ റിസർവായി ഈ ഒരു മേഘമല മാറി. നിലവിൽ ഇതൊരു ടൈഗർ റിസർവാണ്. പക്ഷേ സ്റ്റിൽ ഇവിടെ നമുക്ക് ഒരു എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവിടെയുള്ള പ്ലാന്റേഷൻസ് ആണ്. അവിടെ നമുക്ക് തേയില കാണാൻ പറ്റും, കുരുമുളക് കാണാൻ പറ്റും, കാപ്പി കാണാൻ പറ്റും, അതുപോലെ തന്നെ ഏലം കാണാൻ പറ്റും. അങ്ങനെ പല 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 സാധനങ്ങൾ നമുക്ക് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എൻട്രി കിട്ടുന്നത്. നിലവിൽ ഇത് ടൈഗർ റിസർവാണ്. ബംഗാൾ കടുവ, അതുപോലെ തന്നെ ആനകൾ, കാട്ടികൾ, അങ്ങനെ കുറേയധികം മൃഗങ്ങളൊക്കെയുള്ള ഒരു ടൈഗർ റിസർവിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ എൻ്റെ തൊട്ട് പുറകിലും വണ്ടിയില്ല, ഫ്രണ്ടിലും വണ്ടിയില്ല. കുറച്ച് റിസ്ക്കാണ്. ഇപ്പോൾ എന്തെങ്കിലും മൃഗങ്ങൾ വന്നാൽ പോലും നമുക്കിപ്പോൾ ആരോടും ഒരു ഹെൽപ്പ് ചോദിക്കാൻ പോലും പറ്റില്ല.
ഒന്നാമത്തെ പ്രശ്നം അത്. പിന്നെ രണ്ടാമത്തേതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആരും കാണുപോലുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് താഴെ ആ നമ്പർ പറയാം. അവർ തിരിച്ചിറങ്ങി പോയിട്ടില്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ നമ്പർ പറയാം. എന്തെങ്കിലും പറ്റിയാവുന്ന തപ്പി വരണമല്ലോ എന്ന് ഓർത്തിട്ടുള്ള മാത്രമുള്ള ഒരു സാധനം. താഴെ നിന്നൊരു ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. ട്രക്കിങ്ങിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഡേഞ്ചറസ് കർവ് എഹെഡ്, ഡ്രൈവ് സ്ലോലി. സത്യം 18ഓളം ഹെയർ പിന്നുകൾ എന്തോ ഉണ്ട് ഇതിൽ. 800 സംതിങ് ചതുരശ്ര കിലോമീറ്ററിൽ കിടക്കുന്ന ഈ ഒരു കാട്ടിൽ ഏകദേശം പകുതിയോളം മാത്രമാണ് ശരിക്കും വനമായിട്ടുള്ളൂ. ആനപ്പിണ്ടോ അല്ലേ കിടക്കുന്നേ? ഓ നോ. അപ്പം ബാക്കി പകുതി പല കാരണങ്ങൾ കൊണ്ട് കുറേയൊക്കെ കൃഷിയുണ്ട്, കുറേയൊക്കെ ആളുകൾ കയ്യേറിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയി. ബാക്കി ഒരു 400 സംതിങ് ചതുരശ്ര കിലോമീറ്ററുകളാണ് ഈ ഒരു ശരിക്കുമുള്ള ആക്ച്വൽ വനമുള്ളൂ നമുക്ക്. അപ്പോൾ ഇതിപ്പം സംരക്ഷിച്ചു പോരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മേഘമലയിൽ വരെ മാത്രമാണ് നമുക്ക് എൻട്രി ഉള്ളൂ. എന്തെങ്കിലും തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറ്റി വിടത്തില്ല അവർ. ബോട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു ബിന്നുണ്ട്, അതിലേക്ക് ഇടും. അതുപോലെ തന്നെ നമ്മൾ 20 രൂപയുടെ കുപ്പി, പ്ലാസ്റ്റിക് കവറുകൾ, അതുപോലെ നമ്മൾ ഭക്ഷണം കൊണ്ടുവന്ന കവറുകൾ, അതൊന്നും അവരകത്തേക്ക് കയറ്റി വിടത്തില്ല. ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് നിരോധിത മേഖല കൂടിയിട്ടാണ്. അതുപോലെ തന്നെ ഡ്രോണും അലൗഡ് അല്ല എന്ന് തോന്നുന്നു. കാരണം അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഡ്രോൺ ഉണ്ടോ എന്ന്. ഡ്രോൺ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് പോകണം എന്നാണ് അവർ പറഞ്ഞത്. എലിഫന്റ് ക്രോസിംഗ്. ഇന്ന് മഴ പെയ്യാൻ ചെറിയൊരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. മഴ പെയ്താൽ തീർന്നു. ഞാൻ റെയിൻകോട്ട് എടുത്തില്ല. മുകളിലായിട്ട് നമുക്ക് ഫോഗ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കതാണ് വേണ്ടത്. വഴിയൊക്കെ നല്ല രീതിയിൽ പണിതിട്ടിട്ടുണ്ട് കേട്ടോ. ഹെയർ പിൻ ബെൻഡുകളെല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വഴികളൊക്കെ എവിടെയും പൊട്ടിപ്പൊളിഞ്ഞ ഒരു വഴി കണ്ടിട്ടില്ല ഇതുവരെ വന്ന വഴിയെല്ലാം നല്ല വഴിയാണ്. അങ്ങ് മുകളിൽ മഹാരാജ്മേട്ടിലും നല്ല വഴിയാണ്. കാരണം ഞാൻ ലാസ്റ്റ് വന്ന സമയത്ത് അവിടെ വഴി പണിതുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കട്ടറിലൂടെയൊക്കെയാണ് പോയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ട വീഡിയോസിലെല്ലാം തന്നെ വഴി പണിതിട്ടുണ്ട്, നല്ല വഴിയാണ്. അപ്പോൾ എവിടെയും പൊട്ടിപ്പൊളിഞ്ഞ വഴിയില്ല, ഈവൻ ഒരു ടൈഗർ റിസർവ് ആയിട്ട് പോലെ. ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കും ഓരോ വണ്ടികളല്ലാണ്ട് പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ല. സമാധാനത്തിൽ പോയി കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ഒക്കെ ചെയ്ത് സമാധാനത്തിൽ ഇരുന്നിട്ട് തിരിച്ചു വരാം. റൂംസ് അവൈലബിൾ. അയ്യപ്പ സ്റ്റേ. പക്ഷേ ഇതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. നിലവിൽ മേഘമലയിൽ സ്റ്റേ ആയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, ഒരു ഗസ്റ്റ് ഹൗസ്. അതുമാത്രമാണ് ഒരു സ്റ്റേ ആയിട്ടുള്ളത്. അതെന്തോ 500 രൂപ 1000 രൂപ എന്തോ ആണ് നിരക്ക്. അതുപോലെ തന്നെ അത് എപ്പോഴും അവൈലബിൾ ആകണം എന്നില്ല. നിങ്ങളിവിടെ സ്റ്റേ ചെയ്യാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വിശ്വസിച്ച് വരരുത്. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ വരിക, അല്ലെങ്കിൽ എൻക്വയറി ചെയ്യുക അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്ത് പറ്റുന്നുണ്ടെങ്കിൽ ബുക്കും ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഫുഡ് കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇപ്പം ഞാൻ വളവിൽ കിടന്നേനെ. ഫുഡ് കിട്ടാൻ ഇത്തിരി പാടാണ്, അതുമാത്രമാണ് ഒരു പ്രശ്നം. അങ്ങനെ കോട കണ്ടു തുടങ്ങി. അവിടെയൊക്കെ കോടയായിട്ടുണ്ട്. ഇതൊരു കോഫി എസ്റ്റേറ്റ് ആണ് ആദ്യം കാണുന്നത്. ഇവിടെ ഒരു ഹോം സ്റ്റേയുടെ ഫ്ലെക്സ് കണ്ടപ്പോൾ നിർത്തിയതാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുമായിരിക്കും. അടിയിൽ നമ്പറും ഉണ്ട്. ഇനി മുതൽ അങ്ങോട്ട് തേയിലത്തോട്ടങ്ങൾ തുടങ്ങുകയാണ്. ഇപ്പം നമ്മൾ കാണുന്നതാണ് ഹൈവേസ് എസ്റ്റേറ്റ്. അവിടെ ആളുകൾ കൊളുന്ത് നുള്ളുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഉറുമ്പുകളിലൊക്കെ നിൽക്കുന്ന പോലെ ഉണ്ട്. സൗണ്ട് ഇവിടം വരെ കേൾക്കാമല്ലോ.
മേഘമലയുടെ തുടക്കമാണ് ഈ കാണുന്നത്. കുറച്ച് കുഞ്ഞു കുഞ്ഞു വീടുകളും പിന്നെ കുറച്ച് തേയിലത്തോട്ടങ്ങളും. ഒരു വാൾപേപ്പറിൻ്റെ അകത്തൂടെ വണ്ടി ഓടിക്കുന്നൊരു ഫീലുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും പച്ച നിറഞ്ഞ തേയിലക്കാടുകൾ. അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ എന്താ സുഖം. പള്ളിയും അമ്പലവും എല്ലാം ഉള്ളൊരു കൊച്ചു ഗ്രാമം. ആഹാ. ഞാൻ പറഞ്ഞില്ല, ഒരു വാൾപേപ്പറിൻ്റെ അകത്ത് കയറി നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലുണ്ട്. ഇവിടെ നോക്കി എന്താ ഭംഗി. മുകളിലൊക്കെ നല്ല രീതിയിൽ കോടയുണ്ട് കേട്ടോ. അവിടെ നോക്കിയേ, ആ ഭാഗത്തൊക്കെ നന്നായിട്ട് കോട വന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടില്ല. ഇത് അവിടെ എല്ലാം നല്ല കോടയുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് കയറിപ്പോകാൻ പറ്റുമോ? അങ്ങോട്ടേക്ക് കയറിപ്പോയാൽ കൊള്ളായിരുന്നല്ലേ. അങ്ങോട്ട് കയറ്റി വിടുക. ഓ, നോ എൻട്രി അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഓ മോനെ, ആ കൊള്ളാം. ശരി, നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ? ഈ മേഘമലയ്ക്ക് വേറൊരു പേരും കൂടെയുണ്ട്. അതാണ് പച്ചൈക്കുമാച്ചി. എന്തായാലും ആ പേരിന് ഏതൊക്കെയാലും മാച്ചാകുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ മീനിങ് എന്തോ പച്ച പുതച്ചവളെന്നോ അങ്ങനെ എന്തോ ആണ്. പക്ഷേ എന്തായാലും ആ ഒരു പച്ചയായിട്ടുള്ള പേര് അത് കറക്റ്റായിട്ട് ചേരുന്നൊരു സ്ഥലമാണ് ഈ മേഘമല. ഓ, അവിടെയും പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് മേഘമല. ഇനിയിപ്പം മുമ്പിലേക്ക് മഹാരാജാമായിട്ടുണ്ട്, ഹൈവേവ്സ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് വ്യൂസും കൂടെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. ഈ നമുക്ക് സൈഡിലായിട്ട് കാണുന്ന ഡാമിൻ്റെ ഒരു റിസർവെയർ ആണെന്ന് തോന്നുന്നു. ആ അതെ, അതൊക്കെ വറ്റി വരണ്ട് കിടക്കും കേട്ടോ. ഒട്ടും വെള്ളമില്ല. ഇടയ്ക്ക് അടിഭാഗത്ത് എന്തോ കുറച്ച് വെള്ളമേ ഉള്ളൂ. കാണാൻ പറ്റുന്നില്ലല്ലോ. മേഘമല കാണാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സീസണായിട്ടൊന്നും തോന്നുന്നില്ല. ഏത് സീസണിൽ വന്നാലും നമ്മൾ ഏത് സമയത്ത് വന്നാലും ഇത് കാണാൻ ഭയങ്കര രസമാണ്. ഇത് ഡാമിൻ്റെ റിസർവെയർ തന്നെയാണ്. ഈ ഒരു ഹൈവേബ്സ് ഡാമിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് നമുക്ക് ആ ഹോട്ടൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പം പറഞ്ഞത് ഉച്ചക്കത്തെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയുകയാണെങ്കിൽ അവർ ഉണ്ടാക്കി വെക്കും, സമയമാകുമ്പോൾ വന്ന് കഴിച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. ഈ വഴി അങ്ങോട്ടേക്കുള്ളതാണ്. ഇങ്ങനെ കാണുന്ന എല്ലാ വഴികളിലും ഇതുപോലൊരു നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. പഴയൊരു ക്രിസ്ത്യൻ പള്ളിയാണ്, പൊളിഞ്ഞു കിടക്കാണ്. ഇവിടെയാണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേ ഉള്ളത്. പെർ ഹെഡ് 500 രൂപ 1000 രൂപ എന്തോ ആണ് ചാർജ് വരുന്നത്. സ്ക്രീനിലെ നമ്പർ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം റൂം കിട്ടാൻ സാധ്യത കുറവാണ്. ഉണ്ടോ, പ്രൈവറ്റ് റോഡ് നോ എൻട്രി എന്ന് അവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട്.
ശരിക്കും മഴയൊക്കെ പെയ്തിട്ട് നല്ലതായിട്ട് വെള്ളം കയറി കിടക്കുന്ന സമയത്ത് ഒരു വീഡിയോയും കൂടെ നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ മണലാർ ബ്രിഡ്ജിലെത്തിയേക്കുന്നു. ഇതാണ് JBയും പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, നോ എൻട്രി പ്രൈവറ്റ് റോഡ്. അവിടെ നേരത്തെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങോട്ടേക്ക് വന്ന സമയത്ത് കുറച്ച് ബസ് കണ്ടില്ലേ, 1-2 വണ്ടികൾ ബസ്സുകൾ കണ്ടില്ലേ, അങ്ങനെയുള്ള ബസ്സുകൾ അതുവഴി പോകും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് വണ്ടി വെച്ചിട്ട് അവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് അപ്പുറത്ത് പോയി അവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് ആ ബസ്സിനെ തന്നെ തിരിച്ച് കയറി വരാൻ പറ്റും. ഈ തേയിലേക്ക് വെട്ടി വെച്ചേക്കുന്നത് കണ്ടോ, എല്ലാം ഒരേ ലെവലിൽ ഇങ്ങനെ കൃത്യമായിട്ട് വെട്ടി നിർത്തിയേക്കുക. മണലാർ ഡാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് മഹാരാജ് മേട്ടിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ ഉണ്ട് മഹാരാജ് മേട്ടിലേക്ക്. പതിയെ കോട കയറി വരുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം നമുക്ക് കോടയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം പതിയെ കോട കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഓ മോനെ എന്താ രസം, ഇങ്ങോട്ട് നോക്കിയേ, ഫോഗ് കയറി വരുന്നുണ്ടാ. ഓ രസം, കൊള്ളാം. ഏതാ അയ്യോ പോലെ, അയ്യോ പോലെ, അയ്യോ പോലെ. അടുത്തൊരു ചെറിയ ഡാമിൻ്റെ കൈവഴി നമുക്ക് കാണാൻ പറ്റും. അതാണിത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു അമ്പലം കാണാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് ഇതുപോലെ കുറച്ച് വീടുകളുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയും ഒരു അമ്പലവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്, ഒരിടത്തും നല്ല എല്ലായിടത്തും നമുക്കത് കോമൺ ആയിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ കുറച്ച് വീടുകളുള്ള ഭാഗങ്ങളിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു അമ്പലവും കാണും, തൊട്ടപ്പുറത്തൊരു പള്ളിയും കാണും. എടാ ഇവിടുത്തെ ക്ഷേത്രമാണ് ഇത്. ചെറിയ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലല്ലല്ലോ, വിശ്വാസത്തിലല്ലേ പ്രധാനം, അല്ല പ്രാധാന്യം. സന്തോഷം. ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുകയാണ്. ഇതാണ് മഹാരാജാമേട്ട്. ഇതുവഴി നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറി പോകണം. ഇവിടെ വണ്ടി ഇട്ടിട്ട് ഒരു 200 മീറ്റർ മുകളിലേക്ക് കയറി പോകണം. തൽക്കാലം നമുക്ക് ഈ ഒരു വഴി മുമ്പിലേക്ക് പോയി നോക്കാം, അവിടെ എന്താ കാണാനുള്ളതെന്ന്. ഞാൻ ഇതേവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഓ അവിടെ കൊണ്ട് വഴി എൻ്റെ ആണ്. ഓ ഇവിടം വരെ ഉള്ളോ? ആ ചേട്ടൻ ഇപ്പം നമ്മളെ തിരിച്ചു പറഞ്ഞു വിടുമായിരിക്കും. അപ്പം പുള്ളി നമ്മളെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചു പോന്നു. കുറച്ചേരം ഇവിടെ നിൽക്കാം അല്ലേ? ഫൈനലി നമ്മൾ മഹാരാജുമായിട്ട് എത്തിയിട്ടുണ്ട്. ആ വഴി കയറി പോകുന്നതാണ് മഹാരാജുമായിട്ടിലേക്ക് എത്തുക.
അവിടെയാണ് ആ ഒരു വ്യൂ പോയിൻ്റ്, ഒരു സൂയിസൈഡ് പോയിൻ്റ് പോലെ ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് മലകൾ കാണാം, അത്രമാത്രമാണുള്ളത്. നമ്മൾ തൽക്കാലം അങ്ങോട്ടേക്ക് കയറുന്നില്ല, കാരണം മുകളിൽ ഓൾറെഡി കുറേ ആളുകളുണ്ട്. ഇപ്പോൾ അതാ അവിടെ നിന്നും കുറേ ആളുകൾ കയറി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പോയി വീഡിയോസൊക്കെ എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ടേക്ക് പോകുന്നില്ല. സോ നമ്മളിപ്പം മഹാരാജമട്ടിയിൽ നിന്ന് തിരിച്ച് മണലാറ് പോകുന്ന റൂട്ടാണ്. ഫൈനലി നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഭയങ്കര നല്ലൊരു യാത്രയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ പുതുതായിട്ട് നോട്ട് ചെയ്തു, കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ നല്ലൊരു കുറച്ച് നല്ല മെമ്മറീസ് തന്നിട്ടുള്ള ഒരു യാത്രയായിരുന്നു. നമ്മൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, പക്ഷേ നമുക്ക് കോട മിസ്സായി. വരുന്ന വഴിക്ക് കുറേ നല്ല ഫ്രെയിംസ് കിട്ടി, കുറേ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മളിവിടെ എത്തിയപ്പോൾ ലേറ്റായിപ്പോയി. പക്ഷേ സാരമില്ല, അവസാനം നമുക്ക് കോട കിട്ടി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ലൊക്കേഷൻസ് കണ്ടു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്രത്തോളം ഇത് എനിക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റി എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അടുത്തൊരു യാത്രയും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണും വരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ഐ ആം ട്രാവിക്കു.